വന്നത് നന്നായി. എനിക്കാണെങ്കിൽ അർജന്റായിട്ട് തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് പുറപ്പെട്ടു നിൽക്കായിരുന്നു. എനിക്ക് വൈകിക്കണ്ട, ചടങ്ങിന് മോളെ ഒന്ന് കണ്ട് ജാതകക്കുറി കൈമാറാം. പിന്നെന്താ, നടന്നോളൂ. ഇതെന്താ ഇവിടെ? പെണ്ണ് ചോദിച്ചു വന്നല്ലേ പങ്കജാശ, എല്ലാരും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. അതിനെന്താ? ഇവൾ നന്ദി, ഇനം ജേഴ്സിയാ, നല്ല അടക്കം ഒതുക്കം ഉള്ളവളാ. ഇവള് മാളൂട്ടി. ഇത് എരുമ. ഇവളെ നിങ്ങളെ ചിരിപ്പിച്ചങ്ങ് കൊതിപ്പിക്കും. എരുമി തോമി എന്നാ ഞങ്ങള് വിളിക്കുന്നത്. നല്ല ഉഗ്രം പാട്ടുകാരിയാ. വാ എന്താ ഞങ്ങളുടെ കുട്ടിക്ക് എന്താ ഒരു കുറവ്? ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എന്താ പെണ്ണിന് ഇഷ്ടായില്ലേ? വിളിച്ചു വരുത്തിയത് അപമാനിക്കാനായിരുന്നു അല്ലേ? അതെ, നിന്നെയൊക്കെ ക്ഷണിച്ചു വരുത്തി ഇങ്ങനെ സൽക്കരിച്ചാലേ മറ്റുള്ളവർക്ക് ഒരു പാടാവുള്ളൂ. എനിക്കറിയാം നിന്റെ ഈ വരവിന്റെ പിന്നിൽ ബുദ്ധി ആരുടേതാണെന്ന്. ആ ഭരതന്റെ അല്ലേ? ഏത് കൊടിയേറ്റ സായിപ്പായാലും കോറാത്ത പെണ്ണിനെ മോഹിച്ചാൽ കുടലെടുത്തേ വിടത്തുള്ളൂ ഇവിടുത്തെ പിള്ളേര്. ഞങ്ങൾ ദാനം ചോദിക്കാൻ വന്നല്ല. വേണ്ട, അമ്മ മിണ്ടായിരിക്കെ. പണം കൊണ്ടും കുടുംബഹിമ കൊണ്ടും കോറോത്തുകാരെക്കാൾ ഒട്ടും പുറകിലല്ല ഞങ്ങള്. ഞങ്ങൾക്കാരുടെ ഔദാര്യം വേണ്ട. ഭൂമികയെ നേരിട്ട് കണ്ട് ഞാൻ മനസ്സറിഞ്ഞോളാം. പെണ്ണ് ചോദിച്ച ആ നിമിഷം കഴുത്ത് വെട്ടേണ്ടതായിരുന്നു. ഇപ്പൊ വീണ്ടും നിനക്ക് ആ ജീവൻ ഭിക്ഷയായിട്ട് തരുന്നു. എന്തിനാണെന്നോ? നിന്നിങ്ങോട്ട് അയച്ചില്ലേ ആ ചെറ്റിയോട് ചെന്ന് പറയാൻ, മുള്ളിനെ മുന ചത്താൻ മെനക്കെടരുന്ന്. മനസ്സിലാടാ? അല്ല, കൈനാറ്റണ്ട. അപ്പോ അവന്റെ നെഞ്ചത്ത് തന്നെ തറച്ചു. അങ്ങനെ മർമ്മത്ത് വെട്ടിയാലേ അവന് നോവൂ. കൂറുകാട്ടിയവന് പാരിതോഷികമായി നൽകാൻ വെച്ച നിധി അവള്. അത് നീ കൈക്കലാക്കണം. എന്റെ കുടുംബത്തെ ഒന്നടങ്ക അപമാനിച്ച് ആട്ടിവിട്ടല്ലേ? വാശി തന്നെയാ. എന്തായാലും രണ്ടിലെന്നറിഞ്ഞ് ഇനി ഞാൻ ഈ നാട്ടിൽ നിന്ന് പോകുന്നുള്ളൂ. മിടുക്കൻ. ആദ്യം അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തണം. അവിടെയാണ് നിന്റെ കഴിവ്. കൂടെ ഞങ്ങളുണ്ടാവും. നാടൻ ബീജം തിളങ്ങുന്നു. ലോക്കൽ സെവൻ ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തരിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളാളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. വഴിമാറ്, എനിക്ക് വീട്ടിൽ പോണം. അറിയാവുന്ന എല്ലാ ദൈവങ്ങൾക്കും നേർന്നിട്ടുണ്ട് തന്റെ പട്ടിക്കോ പൂച്ചയ്ക്കോ എന്തെങ്കിലും ഒരു അസുഖം പിടിക്കണമെന്ന്. അങ്ങനെയെങ്കിലും തന്നെ ഒന്ന് കാണാൻ കിട്ടുമല്ലോ. താൻ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല ഞാൻ. എനിക്ക് തന്നെ ഇഷ്ടമല്ല. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടാ. ഒരാളെ ഇഷ്ടപ്പെടാൻ അയാളുടെ അനുവാദം വേണമെന്നില്ലല്ലോ. ഒരു അപേക്ഷയുണ്ട്. വല്ലപ്പോഴും എന്റെ കൂട്ടുകാരിയെ കാണാൻ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നിങ്ങൾ കാരണം എനിക്ക് ഇല്ലാണ്ടാവരുത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും എനിക്കറിയാം. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. നീയൊന്ന് മൂളിയ ജീവൻ പണയം വെച്ച് നിന്നെ സംരക്ഷിക്കാൻ ഞാൻ ഒരുക്കുക. പേടിക്കണ്ട, പൂർണ്ണ മനസ്സോടെ മതി. അതുവരെ ഞാൻ കാത്തിരിക്കും. പക്ഷെ ഒരു കാര്യം, ഈ നാട്ടിൽ നിന്ന് ഞാൻ തിരിച്ച് ജീവനോടെ പോകുന്നുണ്ടെങ്കിൽ അത് തന്നോടൊപ്പം മാത്രമായിരിക്കും. അതിന് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയാണ്. മനസാക്ഷി എന്ന നിന്റെ കോടതി. ഒരു നോക്ക് കണ്ട അന്നു മുതൽ നിന്നെ ഈ നെഞ്ചിൽ കൊണ്ട് നടക്കുകയാണ്. ഞാൻ മാത്രമല്ല, എന്റെ കുടുംബക്കാർ നിനക്ക് വേണ്ടി അവമാനിതരായി. ഞാൻ ഈ നാട്ടിൽ വന്നതുപോലും നിന്നെ സ്വന്തമാക്കാൻ. ഇപ്പോഴും നട്ടലോടെ നിൽക്കുക നിന്റെ മനസ്സമ്മതത്തിന് വേണ്ടി മാത്രം. എന്നെ വെറുക്കാൻ പറ്റുമോ നിനക്ക്?
എന്നെ അകറ്റാൻ പറ്റൂ നിനക്ക്? എന്താ എന്തു വെച്ചു മോളെ? അന്നത്തെ പെണ്ണന്വേഷണവും ബഹളവും കഴിഞ്ഞ പിന്നെ ഇങ്ങനെയാ. കണ്ട തെണ്ടിയാക്ക് പെണ്ണ് ചോദിച്ച ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തിട്ടല്ലേ? ഇല്ല, ഒരുത്തിനോർത്ത് നീ ഇനി പേടിക്കേണ്ടി വരില്ല. എന്താ എന്റെ മോൾക്ക് പറ്റിയേ? എനിക്ക് പേടിയാവുന്നു അമ്മ. അമ്മ എന്റെ ഒപ്പം കിടക്കുവോ? ഞാൻ സ്കൂളിൽ നിന്ന് വരട്ടെ, അതിനുശേഷം സംസാരിക്കാം. ഞാൻ ആകെ ടെൻഷനിലായിഷേ. നീ എന്തിനാ അവരെ പേടിക്കുന്നേ? പറയാനുള്ളത് മുഖത്തോക്കി പറയണം. അവരെന്നെ പിന്തുടരുകയാ. ഞാൻ അവരോട് സംസാരിച്ച പ്രശ്നം. ഇളയച്ചൻ എന്തൊക്കെയോ തീരുമാനിച്ചിട്ടുണ്ട്. എന്നെ ചൊല്ലി എന്തൊക്കെ ദുരന്തങ്ങളാണാവോ സംഭവിക്കാൻ പോണത്. ഞാൻ പുറത്തിറങ്ങിയാലല്ലേ പ്രശ്നങ്ങളുള്ളൂ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നെ കാണാൻ പോലും വരില്ല. എന്തിനാ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത്? ഇപ്പൊ എനിക്കറിയണം. കൈവിട്. ഇല്ല, അതറിയാതെ ഞാൻ വിടില്ല. ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും അതറിഞ്ഞേ ഞാൻ വിടുള്ളൂ. അറിയണോ അല്ലേ? ഈ ജന്മത്തില് എനിക്കൊരാളെ മാത്രമേ ഇഷ്ടപ്പെടാൻ പാടുള്ളൂ. ഒരാളെ മാത്രം. അവളെ കമന്റ് അടിക്കാൻ മാത്രം ആളായോ നീ? അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ ആരാന്ന് നിനക്ക് അറിയണം. അല്ല എന്റെ പെണ്ണ ഇത്. ഇവളെ ആരെങ്കിലും മോഹിച്ചാൽ, ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ ആരെങ്കിലും ശല്യം ചെയ്തു എന്നറിഞ്ഞാൽ കൊടലടിക്കും ഞാൻ. ഹരീന്ദ്രന്റെ പെണ്ണ ഇത്. ഹരീന്ദ്രന്റെ മാത്രം പെണ്ണ്. അതെ, പിന്നെ ഹരീന്ദ്രന്റെ പെണ്ണായി ജീവിക്കാൻ ഞാൻ ശീലിച്ചു. ഇനി എന്നെ ചൊല്ലി വീണ്ടും ഒരു ദുരന്തം. അത് കാണാനുള്ള ശേഷി എനിക്കില്ല. പക്ഷെ എനിക്കറിയാം, ഈ മനസ്സിനുള്ളിൽ ഇത്തിരിയെങ്കിലും സ്നേഹം എന്നോടുണ്ടെന്ന്. അതുകൊണ്ടല്ലേ അന്ന് അച്ഛമ്മയുടെ കൺവെട്ടത്തു നിന്നും എന്നെ ഒളിപ്പിച്ചത്? അല്ലെന്ന് പറയാൻ പറ്റുമോ? അതെ, ആ സ്നേഹം കൊണ്ട് തന്നെയാ ഇപ്പോഴും പറയുന്നത്. ഇനി എന്നെ കാണരുത്, ഇഷ്ടപ്പെടരുത്. ഈ നാട്ടിൽ ഹൃദയത്തിനേക്കാൾ വില കൽപ്പിക്കേണ്ടത് സ്വന്തം ജീവനാ. അതുകൊണ്ട് അപേക്ഷിക്കുക, എന്നെ മറക്കണം. ചെറിയച്ഛന്റെ ആൾക്കാരാ, മാറിക്കോ. അവര് കാണണ്ട. ഞാൻ മാറില്ല. അയ്യോ, അവര് കണ്ട കൊല്ലും. ഞാൻ മാറില്ലെന്ന് പറഞ്ഞു. കേക്ക്.
ആയിഷയുടെ വീട്ടില്. ആ കയറി ജീപ്പില്. വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. കുളിക്കട കാല ആഘോഷിക്കുക. അച്ഛമ്മേ, ആ ഡോക്ടറെ കൈയോടെ കിട്ടി. തീർത്തു തീർത്തു. എന്റെ ചങ്കിൽ ജീവനുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ നിന്റെ പെണ്ണായിട്ടേ അവൾ ജീവിക്കൂ. തീർത്ഥാടനത്തിൽ പോണ അമ്മയെ കാണാനുള്ള ഉത്സാഹമൊന്നുമല്ല. ഇതിൽ വേറെ എന്തോ കൊലിഷ്ടുണ്ട് ഇല്ലേന്ദ്രപ്പ? അതെ. ഏയ് ഒന്നുമില്ല. എല്ലാ കൊല്ലവും തീർത്ഥാടനത്തിന് പുറപ്പെടുമ്പോ യാത്ര അയക്കാൻ ഞാൻ ഉണ്ടാവണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. പക്ഷെ സാറിന്റെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ സ്മെല്ല് അടിക്കുന്നുണ്ട്. ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നവരെ ഡോക്ടർ സുശീലിനാണ് ചാർജ്. അയ്യോ വേണ്ട, ഈ ജന്മം എനിക്ക് ഡോക്ടർ ആവണ്ട. സസ്പെൻഷൻ പിൻവലിച്ചത് തന്നെ സാറിന്റെ നല്ല മനസ്സ്. ട്രെയിൻ പോകുന്നതിന് മുമ്പ് സാറ് വന്ന് കേറിയട്ടെ. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉടനെ തന്നെ ഞാൻ തിരിച്ചെത്തും. ഓക്കെ? ഇനി അവൻ ഈ നാട്ടിൽ എത്തരുത്. കൊന്നേക്കൾ. എന്തായാലും നിന്റെ ആഗ്രഹം നിറവേറിയല്ലോ. അമ്മയ്ക്ക് അത് മതി. ഇതാ ഫ്ലാറ്റിന്റെ ചാവി. നീ പോകുമ്പോ കൂട്ടി വാച്ച്മാനെ ഏൽപ്പിച്ചാ മതി. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അമ്മയെ ഞാനൊന്ന് കൊണ്ടുപോകും അവളെ കാണിക്കാൻ. അതിനെന്താ, അമ്മ വരാലോ. എല്ലാ അമ്പലങ്ങളിലും നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി അമ്മ പ്രത്യേകം പ്രാർത്ഥിച്ചോളാം. ആ ഇവിടെ നിർത്തിക്കോ. എത്രയായി? 10 രൂപയായി സാറേ. ഒരു സെക്കൻഡ്. രക്ഷപ്പെട്ടോ സാറേ? ഇല്ല. നോക്കാം. ശത്രുവല്ല, രക്ഷിക്കണം. ഞാൻ കുഴപ്പത്തില്ല. പണിക്കാട്ടി ചോര വേഗം കേറിക്കോ. ആരാ? ശ്രമം
പാളി അല്ലേ? ജാമ്യത്തിലിറങ്ങിയതും പൂജപ്പുര ജയിൽ വളപ്പിൽ വെച്ച് തന്നെ തീർക്കണമായിരുന്നു. ചെമ്പട്ടിൽ പൊതിഞ്ഞ അവന്റെ ജഡമായിരുന്നു ഈ നാട്ടിലെത്തേണ്ടിയിരുന്നത്. കയ്യിൽ കുടുങ്ങിയതാ, പക്ഷെ അവൻ രക്ഷപ്പെട്ടു. കോറോത്ത് രാഘവന്റെ കുരുതി കോഴിയ. അവൻ അടങ്ങിയിരിക്കില്ല. ഇതിനൊരു തിരിച്ചടി ഉണ്ടാവും, സൂക്ഷിക്കണം. ഹരീന്ദ്രന്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ഞാൻ സ്ഥലത്തിലേതായി പോയി. നരനായിക്കൾ അവന്റെ ജീവന് വേണ്ടി കൊലവിളി നടത്തിയപ്പോ എവിടെയായിരുന്നു നീയൊക്കെ? ഇപ്പൊ ഞാൻ ഈ കുപ്പായിട്ട് ഞെളിഞ്ഞേക്കുന്നത് അവൻ ചെയ്ത ത്യാഗ. അന്നാ ശശിധരന്റെ കൊലക്കുറ്റം അവൻ ഏറ്റെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കോറോത്ത് തറവാട്ടിലേക്ക് ഒരു MLA ഉണ്ടാവില്ലായിരുന്നു. ഏതവനായാലും നേരിട്ട് വെട്ടിത്താണത്വം കാണിക്കേണ്ടത്, അല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പോര് നടത്തിയല്ല. ശത്രു വേറെ ആരുമില്ല, അവൻ തന്നെയാ. സ്വന്തം നാട്ടിൽ വെച്ച് ഹരീന്ദ്രന്റെ രോമത്തെ പോലും സ്പർശിക്കാൻ പറ്റില്ലെന്ന് ഭരതൻ അറിയാം. അതുകൊണ്ട് ആ തെണ്ടി തട്ടകം മാറ്റി ചവിട്ടിയതാ. എന്തായാലും ചേട്ടന്റെ രക്തസാക്ഷിത്വം ഒന്ന് കഴിഞ്ഞോട്ടെ. ചക്കരക്കല്ലിറങ്ങാനാളുണ്ടോ? ടിക്കറ്റ്. ആ പോട്ടെ പോട്ടെ. ഹലോ ഹലോ, ടിക്കറ്റ്. ഏത് വകുപ്പില്? ഓഹോ, ഡ്യൂട്ടിയിലിരിക്കുന്ന അനന്തം പോലീസിനോട് വകുപ്പ് ചോദിക്കാൻ മാത്രം ആളായോ താൻ? നാട്ടിൽ നിയമം നടപ്പാക്കാൻ 24 മണിക്കൂറും ഈ ഉടുപ്പും ഇട്ട് ഡ്യൂട്ടി നോക്കുന്ന ഉദ്യോഗസ്ഥനാ. വകുപ്പ് ഞാൻ പറയണോ? ഏത് വകുപ്പായാലും ശരി, യാത്ര ചെയ്യാൻ ടിക്കറ്റ് എടുക്കണം. ചേട്ടാ, തർക്കം വേണ്ട. ഈ ടിക്കറ്റ് ഞാൻ എടുത്തോളാം. വേണ്ട, അനന്തം പോലീസിന് ആളുടെ ഔദാര്യം ആവശ്യമില്ല. ഒരു നിയമപാലകന്റെ അവകാശമായത്. ഞാൻ ഇതിൽ തന്നെ യാത്ര ചെയ്യും. വെറ്ററിനറി ഡോക്ടർ? അതെ. എവിടുന്ന്? നാട്ടിൽ നിന്ന് വരിക. സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോഴാ ഓട്ടോ സ്ട്രൈക്കാണെന്ന് അറിഞ്ഞത്. ഇതല്ലേ വർഗം. ഒരു ഇന്റലിജൻസ് മെസ്സേജ് ഉണ്ട്. ഏത് നിമിഷവും അവൻ ഈ നാട്ടിലെത്തും. എനിക്ക് ബസ് സ്റ്റാൻഡ് ഒന്ന് സെർച്ച് ചെയ്യണം. അങ്ങോട്ട് പോവാ. മെസ്സേജ്. ഹലോ, അനന്തം പോലീസ് സ്പീക്കിംഗ്. എല്ലാ ബസ്സും അരിച്ചു പറക്കണം. പെർമിഷൻ ഇല്ലാതെ ഒരു ബസ്സും സ്റ്റാൻഡിൽ കയറാൻ അനുവദിക്കരുത്. ഓവർ. അതെ, വട്ട് കേസാ. അയാൾ തെരഞ്ഞെടുക്കുന്നത് സ്വന്തം മോനെ തന്നെയാ. അവൻ ജയിലിൽ നിന്ന് നാട്ടിലെത്തി കഴിഞ്ഞു. ആരാ? ഹരീന്ദ്രൻ. ഞാൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്.